നമ്മുടെ ശരീരം അശുദ്ധാത്മാവിൻ്റെ വീടോ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമോ? യേശു പലപ്പോഴും അശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അശുദ്ധാത്മാവിനെ ശാസിച്ചിട്ടുണ്ട്, അശുദ്ധാത്മാവിനെ പുറത്താക്കിയിട്ടുണ്ട്. ഒരിക്കൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് യേശു വിവരിക്കുന്നതായി നാം കാണുന്നു. ഈ കാര്യം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. അപ്പോൾ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും അതിൻ്റെ 24 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലെ ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. മത്തായി സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ ഭൂമിയിൽ ദുഷ്ടാത്മാക്കളുണ്ട്. നാം ബാല്യത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്: ഭൂതം പാലമരത്തിലും പനയിലും വസിക്കുന്നു എന്ന്. നാം ഇത് കേട്ട് ഭയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സാത്താൻ വസിക്കുന്നത് മരങ്ങളിൽ അല്ല, മനുഷ്യ ഹൃദയങ്ങളിലാണ്. യേശു പറഞ്ഞ സംഭവത്തിൽ നാം എന്താണ് കാണുന്നത്? ഒരു മനുഷ്യനിൽ അശുദ്ധാത്മാവ് ബാധിച്ചു. എന്നാൽ അവൻ്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടോ കണ്ണീരിൻ്റെ ഫലം കൊണ്ടോ ആ അശുദ്ധാത്മാവ് അവനിൽ നിന്നും വിട്ടുപോന്നു. അങ്ങനെ പുറത്തുപോയ അശുദ്ധാത്മാവ് തണുപ്പുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു. ഏതാണ് ഈ തണുപ്പുള്ള സ്ഥലങ്ങൾ? ആത്മീയമായി ശക്തി പ്രാപിക്കാതെ തണുത്തിരിക്കുന്ന മനുഷ്യ ശരീരങ്ങളാണ് ഈ സ്ഥലങ്ങൾ. സാത്താന് ഏറ്റവും പ്രിയപ്പെട്ട വീടുകളാണ് അവ. പ്രാർത്ഥനയിൽ കൂടി ആത്മീയമായ ആരാധനയിൽ കൂടി തീ പിടിച്ച് ജ്വലിച്ച് നിൽക്കുന്നവരുടെ ഭവനത്തിൽ സാത്താന് കയറുവാൻ കഴിയുകയില്ല. കാരണം സ്വർഗത്തിലെ അഗ്നിസ്പർശനം സാത്താനെ നശിപ്പിച്ച് കളയും. അതിനാൽ ജ്വലനമില്ലാത്ത തണുപ്പുള്ള ശരീരങ്ങൾ തിരഞ്ഞാണ് സാത്താൻ നടക്കുക. അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനിൽ നിന്നും സാത്താൻ വിട്ടിറങ്ങി തണുപ്പ് തേടി നടന്നു. സാത്താന് അങ്ങനെ ഒരു ഇടം കണ്ടെത്താനായില്ല. അപ്പോൾ സാത്താൻ പറയുകയാണ്: ഞാൻ പുറപ്പെട്ടു വന്ന എൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിച്ചെല്ലും. നമ്മുടെ ശരീരം സാത്താൻ്റെ വീടെന്ന് പറഞ്ഞ് വന്ന് കയറാനുള്ള അധികാരം സാത്താന് എങ്ങനെയാണ് കിട്ടിയത്? കാരണം നാം പലതരം പാപങ്ങൾ ചെയ്ത് നമ്മുടെ ശരീരത്തെ സാത്താന് അധികാരത്തോട് വന്ന് കയറാനുള്ള വീടാക്കി മാറ്റി. അങ്ങനെ സാത്താൻ നമ്മുടെ ശരീരത്തിൽ അധികാരത്തിൽ വസിക്കുമ്പോൾ സകല തരത്തിലുള്ള പാപ സ്വഭാവങ്ങൾ നമ്മിൽ ഉണ്ടാകുന്നു. അസൂയയും കോപവും നിരാശയും എല്ലാം അവൻ വിതയ്ക്കുന്ന തിന്മകൾ തന്നെ. സാത്താൻ ആദ്യം വസിച്ചിരുന്ന മനുഷ്യനിലേക്ക് വീണ്ടും വസിക്കാനായി വന്നപ്പോൾ അവിടം അടിച്ചുവാരി വൃത്തിയാക്കിയതായി കണ്ടു. അപ്പോൾ സാത്താൻ ചെയ്ത അടുത്ത കാര്യം യേശു പറയുന്നു: അവൻ പുറപ്പെട്ടു പോയി ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവർ അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തെക്കാളും മോശമാകുന്നു. ഒരുവൻ നന്നായി ജീവിക്കണമെന്ന് തീരുമാനമെടുക്കുമ്പോൾ തന്നെ സാത്താന്യ ശക്തികൾ അവനെ വീഴ്ത്തുവാൻ ശ്രമിക്കും. മനുഷ്യരുടെ ബലഹീന വശങ്ങൾ മനസ്സിലാക്കി അവനെ വീഴ്ത്തുവാൻ സാത്താൻ കെണിയൊരുക്കും. യേശു 40 നാൾ ഉപവസിച്ച് ശാരീരികമായി ബലഹീനനായപ്പോൾ, ക്ഷീണിതനായപ്പോൾ സാത്താൻ കടന്നു വന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനെ പോലും സാത്താൻ കെണിയിൽ വീഴ്ത്തുവാൻ നോക്കിയെങ്കിൽ വെറും മനുഷ്യരായ നമ്മെ വീഴ്ത്തുവാൻ സാത്താൻ എത്രയധികം പരിശ്രമിക്കും. നമ്മുടെ ശരീരമാകുന്ന ഭവനങ്ങളെ സാത്താൻ്റെ വീടാക്കി മാറ്റരുത്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19-20 വേദഭാഗങ്ങൾ. സാത്താന് പാർക്കുവാൻ ഭവനം വിട്ടുകൊടുക്കരുത്. ഈ മന്ദിരം നമ്മുടെ സ്വന്തമല്ല. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിനും. 1 കൊരിന്ത്യർ 6:13. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ ഈ ശരീരത്തെ നശിപ്പിക്കരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. നിങ്ങളും അങ്ങനെ തന്നെ. 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ. നമ്മുടെ ശരീരങ്ങളെ ദൈവം വസിക്കുവാനുള്ള മന്ദിരമായി വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാം. ആയതിന് കാരുണ്യവാനായ ദൈവം കൃപ ചൊരിയുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ?
എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com